ലോകത്തിൽ ഏറ്റവുമധികം ആരാധിക്കപ്പെടുന്ന നദിയുടെ ഉത്ഭവം തേടിയുള്ള യാത്രയാണ് ഗോമുഖിലേക്കുള്ള യാത്ര. അപ്പോൾ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് ഗംഗോത്രി ക്ഷേത്രത്തിലാണ്. അവിടുത്തെ പാർക്കിംഗ് ഏരിയയിലാണ്. ഈ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് എൻ്റെ പിറകിലോട്ടുള്ള അതിലൂടെ നടന്നു കഴിഞ്ഞാലാണ് അവിടെയാണ് ഗംഗോത്രി ക്ഷേത്രം. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. അപ്പോഴത്തേക്കും പെർമിറ്റ് എടുക്കുന്ന സമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ പെർമിറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഗോമുഖിലേക്ക് പോകാൻ സാധിക്കുക. ഇവിടെ തന്നെയാണ് ഈ പെർമിറ്റ് എടുക്കുന്ന ഫോറസ്റ്റിൻ്റെ ഓഫീസ്. തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് മെഡിക്കൽ ടെസ്റ്റ് എടുത്തിട്ടാണ് ഇവിടുന്ന് പെർമിറ്റ് എടുക്കേണ്ടത്. ഞങ്ങളപ്പോൾ ഗോമുഖിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. പടവുകൾ കയറും തോറും ഗംഗോത്രി ക്ഷേത്രവും പരിസരവും കണ്ണെത്താ ദൂരത്തേക്ക് മറഞ്ഞു പോകുന്നു. ഗോമുഖ് യാത്രയ്ക്ക് ഉത്തരാഖണ്ഡ് വനം വകുപ്പിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. 3 പേർക്കും പെർമിറ്റ് കിട്ടി. നമുക്ക് നമ്മളോടൊപ്പം അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് നമുക്കൊരു ഷെർപ്പുണ്ട്. सुमेर सिंह राणा റാണയാണ്. തെഹരി ഗഡ്വാൾ. ഞങ്ങൾക്ക് പോർട്ടറായി ലഭിച്ചത് സുമേർ സിംഗ് റാണ എന്ന തെഹരി ഗഡ്വാൾക്കാരനെയായിരുന്നു. ദേവദാരു വൃക്ഷങ്ങളാണ്. പുരാണങ്ങളിലും ഒക്കെ ധാരാളം പരാമർശങ്ങളുണ്ട്. കാളിദാസിൻ്റെ ഒക്കെ കൃതികളിൽ എത്രയോ പരാമർശങ്ങളുടെ ദിവ്യമായ ഒരു വൃക്ഷമാണ്. 20 കിലോമീറ്ററാണ് ഗംഗോത്രിയിൽ നിന്ന് ഗോമുഖിലേക്കുള്ളത്. അതിനിടയിലുള്ളത് ചീഡ്ബാസ, ഭോജ്ബാസ എന്നീ 2 ഇടത്താവളങ്ങളാണ്. പാറകളുടെ ഒരു കൂട്ടമാണ് കേട്ടോ. മേലെ വലിയൊരു പാറക്കെട്ട്, പിന്നെ ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ ചെതറി വീണ് കിടക്കാണ് കേട്ടോ. ചെറിയൊരു സ്ട്രീം താഴേക്ക് ഒഴുകി പോകുന്നുണ്ട്. തപോവൻ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ഞങ്ങൾക്ക് പെർമിറ്റ് ലഭിച്ചത് ഗോമുഖ് വരെ മാത്രമായിരുന്നു. തപോവന് ഏതാണ്ട് നടക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് നമ്മൾ 3 ദിവസത്തെ പാക്കേജാണ് ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത്. ഗോമുഖിലേക്കും നമ്മൾ ആദ്യമായിട്ട് ഭോജ്ബാസ നിൽക്കുന്നതിന് പകരം ചീർബാസയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടും. പിന്നെ പിറ്റേ ദിവസം ഭോജ്ബാസയിലും ഉറപ്പിക്കണ്ട. തപോവൻ ചേപ്പ് ഉണ്ടായേക്കാം. കാരണം അവിടെ മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മഞ്ഞുവീഴ്ച തുടങ്ങിയതുകൊണ്ട് പിന്നെ റോഡെല്ലാം നമ്മളെ ട്രെക്കിംഗ് പാത്തെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ മേ ബി അത് അവിടെ പോകാനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഗുഹയുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടി സൂം ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റുമെന്ന് നോക്കാം. അതിൽ സന്യാസിമാർ താമസമുണ്ട്. വാതിലുമൊക്കെയുള്ളൊരു ഗുഹയാണ്. നമുക്ക് നോക്കാം. ഏകദേശം ഒരു 20 അടിക്ക് മുകളിലൂടെ ഇപ്പോൾ നമ്മൾ പുഴയിൽ നിന്ന് പുഴ താഴെ ഒരു 20 അടി താഴ്ചയിലാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ധാരാളം ഗുഹകൾ നമ്മൾ പോകുന്ന ഏരിയയിൽ പല ഭാഗത്തുമായിട്ടുണ്ട്. അതിൽ സന്യാസികളും അതുപോലെ മറ്റ് ദിവ്യന്മാരൊക്കെ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പുറം ലോകവുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ഇതുപോലെ ഗുഹകളിൽ താമസിക്കുന്ന മിക്ക സന്യാസിമാരും. കുറച്ച് ദൂരം നടന്നപ്പോഴേക്ക് ഗോമുഖ് തപോവൻ ട്രെക്കിങ്ങിലേക്കുള്ള എൻട്രി പോയിന്റിൽ എത്തിയിട്ടോ. ഇനി പെർമിറ്റെല്ലാം അവിടെ കാണിച്ചിട്ട് നമ്മൾ എൻട്രി നടത്താം. ഗംഗോത്രി നാഷണൽ പാർക്കാണ്. അതിലേക്കുള്ള ഒഫീഷ്യലായിട്ടുള്ള എൻട്രി പോയിന്റാണ്. ഗംഗോത്രി ദേശീയോദ്യാനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. താഴെ നിന്ന് ലഭിച്ച പെർമിറ്റ് ഇവിടെ കാണിച്ച് 200 രൂപ വീതം ഫീസ് അടച്ചിട്ട് വേണം മേലോട്ട് പോകാൻ. എത്ര മനോഹരമായ കാഴ്ചകളാണ്. അമ്പലങ്ങളുടെ മകുടവും അതിന് പിന്നിലായിട്ട് പർവ്വതങ്ങളുടെ സിനാരിയോയും വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഒരു പനോരമയാണ് ഇവിടെ കാണുന്നത്. മേലോട്ട് കയറാനുള്ള ആളുകൾ പെർമിറ്റൊക്കെ കൺഫേം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളും ഇതേപോലെ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്ന മഞ്ഞുപർവ്വതങ്ങളുടെ കാഴ്ച അത് യാത്രയ്ക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. വിശ്വാസങ്ങളിലും പുരാണങ്ങളിലും ആത്മീയതയിലും തത്വചിന്തയിലും അത്രമേൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു നദിയുടെ ഉത്ഭവം തേടിയാണ് യാത്ര. വലത്ത് വന്യമായ സൗന്ദര്യത്തോടെ ഭാഗീരഥി നദി മെലിഞ്ഞൊഴുകുന്നു. അത്ര ദുർഘടമല്ല വഴിയെങ്കിലും ഇടയ്ക്കിടെ വിശ്രമം ആവശ്യമായി വരുന്നു. മഞ്ഞുരുകി ഭാഗീരഥിയിലേക്ക് ഒലിച്ചിറങ്ങുന്ന നിരവധി നീർച്ചാലുകൾ കടന്നു വേണം മുന്നോട്ടു പോകാൻ. കഠിനമായ കയറ്റമോ ഇറക്കമോ ഇല്ലാതെ നമ്മെ അധികം പരീക്ഷിക്കാത്ത നടപ്പാതയാണ് ഗോമുഖിലേക്കുള്ളത്.
ചിലയിടങ്ങളിൽ ആശ്വാസമായി ദേവദാരുവിൻ്റെയും പൈൻ വൃക്ഷങ്ങളുടെയും ഭോജ്പത്ര വൃക്ഷങ്ങളുടെയും തണലും. ഹിമാലയൻ യാത്രകളിൽ കുടിവെള്ളം പലപ്പോഴും പർവ്വതങ്ങളുടെ വരദാനമായിരിക്കും. മഞ്ഞുരുകി വീഴുന്ന കുടിവെള്ളം ശേഖരിക്കാൻ ഇങ്ങനെയൊരു ഉപായം ആരെങ്കിലും ചെയ്തു വച്ചിട്ടുണ്ടാകും. പർവ്വതപ്രാന്തങ്ങളിലൂടെയും നദീതീരത്തിലൂടെയുമുള്ള യാത്ര ഞങ്ങളെ നയിച്ചത് ദേവ്ഘാട്ട് എന്ന സ്ഥലത്തേക്കായിരുന്നു. 3323 മീറ്റർ ഉയരത്തിലാണ് ദേവ്ഘാട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്താ വല്ലാത്തൊരു അന്തരീക്ഷം കേട്ടോ. ഈ പാറകളും കല്ലുകളും ഒക്കെ ഗതി മാറി ഒഴുകിയതാണോ അതോ നോർമലായിട്ടുള്ള കോഴ്സാണോ എന്നറിയില്ല. നിറയെ പാറക്കല്ലുകളാണ്. നമുക്ക് ഇത് ആ വഴിയിലൂടെയാണ് താഴേക്ക് പോകേണ്ടത്. പിന്നെ ആ പാലം ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കയറണം. ഏതോ മേഘവിസ്ഫോടനത്തിന്റെ അവശേഷിപ്പെന്നോണം കശക്കിയെറിയപ്പെട്ട പാറക്കല്ലുകളുടെ ശവപ്പറമ്പ് പോലെ കിടക്കുന്ന നദീതടം. മരക്കമ്പുകൾ നെടുകയും കുറുകയും വച്ച് കെട്ടിയുണ്ടാക്കിയ നടപ്പാലത്തിലൂടെയാണ് നമ്മൾ മുറിച്ചു കടക്കുന്നത്. തുടർന്ന് അത്തരത്തിലുള്ള എത്രയോ നടപ്പാലങ്ങൾ ഞങ്ങൾക്ക് കടക്കേണ്ടി വന്നു. ദേവ്ഘാട്ടിലെ ദേവധാര എന്ന വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയാണ് ഇത്. മനുഷ്യകുലത്തിന്റെ കണ്ണിൽപ്പെടാതെ ദേവകൾ അതിനെ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് തോന്നും അതിന്റെ കിടപ്പ് കണ്ടാൽ. പതിയെയാണെങ്കിലും നടപ്പാതയ്ക്ക് ഉയരം കൂടുകയും ഭാഗീരഥി ആഴങ്ങളിലേക്ക് അമരുകയും ചെയ്തു. ഗംഗോത്രിയുടെ 10,200 അടി ഉയരത്തിൽ നിന്ന് ഗോമുഖിന്റെ 13,200 അടി ഉയരത്തിലേക്കാണ് നമുക്ക് നടന്നു കയറേണ്ടത്. കൂടുതൽ വ്യക്തതയോടെ പർവ്വതത്തലപ്പുകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആളുകൾ അവയുടെ ചിത്രം പകർത്തുകയാണ്. കത്തുന്ന വെയിലാണെങ്കിലും തണുപ്പിന്റെ നനുത്ത കരങ്ങൾ നമ്മെ തലോടുന്നുണ്ട്. പർവ്വതച്ചെരിവിന്റെ കന്മതിലാണ് ഒരു വശത്ത്, മറുഭാഗത്ത് നദിയുടെ അപാരതയും. പരന്നു വീഴുന്ന ഒരു ജലധാരയിൽ നിന്ന് സുമേർ സിംഗ് വെള്ളം പിടിക്കുന്നത് നോക്കി നിന്നു. മേലേക്ക് നോക്കുമ്പോൾ ആകാശത്തോളം ഉയരത്തിലാണ് അതിൻ്റെ ഉറവിടം. പർവ്വതങ്ങൾ കടന്നെത്തുന്ന കാറ്റിൽ ചെടിത്തലപ്പുകൾ ആടിയുലഞ്ഞു. ചാർധാം യാത്രയുടെ അതേ സമയത്ത് തന്നെയാണ് ഗോമുഖ് യാത്രയും നടക്കുക. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അക്ഷയതൃതീയ മുതൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ദീപാവലി വരെ. ഗോമുഖ് യാത്രയ്ക്കുള്ള പ്രത്യേക പെർമിറ്റ് ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിൽ നിന്നും ലഭിക്കും. ഇപ്പോൾ സമയം 1:15 നടന്ന ഏകദേശം ഒരു 4.5 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത്, ആലു പറാന്ത അല്ലേ, ആലു പൊറോട്ട നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കഴിക്കാമല്ലോ നമുക്ക്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് സ്പോട്ട് കേട്ടോ. 5 കിലോമീറ്റർ ആയി കാണും അല്ലേ? 5 കിലോമീറ്റർ जगह का नाम है बांगुल बासा. ഈ പർവ്വതപ്രാന്തത്തിന്റെ പേരാണത്രേ ബാങ്കുൽ ബാസ. വീടോ കടകളോ ആൾതാമസമോ ഇല്ലാത്ത ഒരു കാട്ടുമലമ്പ്രദേശത്തിന് എന്തിനാണ് ഒരു പേര് എന്നായിരുന്നു അത്ഭുതം. സൂര്യകിരണങ്ങളുടെ വെള്ളിച്ചില്ലുകൾ കൊണ്ട് പർവ്വത ശിഖരങ്ങൾ വെട്ടിത്തിളങ്ങി. വിദേശികൾ, പ്രത്യേകിച്ച് യൂറോപ്യന്മാർ ധാരാളമായി പങ്കെടുക്കുന്നതാണ് ഗോമുഖ് ട്രെക്കിംഗ്. അംഗീകൃത ട്രാവൽ ഏജൻസികൾ മുഖേന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അവർ യാത്ര നടത്തുക. ഹംഗറിക്കാരായ ഒരു ട്രെക്കിംഗ് സംഘം ഞങ്ങളെ കടന്ന് മുന്നോട്ട് പോയി. മുന്നിൽ ഹിമാലയം മാത്രം. താഴെ നിന്ന് കണ്ട പല കൊടുമുടികളും പിന്നിലേക്ക് അപ്രത്യക്ഷമാവുകയും പുതിയവ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഭാഗീരഥി പർവ്വതം മാത്രം എപ്പോഴും തലയെടുപ്പോടെ മുന്നിൽ ഉയർന്നു നിന്നു. അതിൻ്റെ താഴ്വരയിൽ നിന്നാണ് ഭാഗീരഥി നദി ഉത്ഭവിക്കുന്നത്. പേരറിയുന്നതും അറിയാത്തതുമായ നിരവധി പർവ്വതങ്ങളും കൊടുമുടികളും. മന്ദാകിനി കൊടുമുടിയാണ് ആ കാണുന്നത്. വീണ്ടും നദിയുടെ താഴ്ചയിലേക്ക് പടിയിറക്കമാണ്. പിന്നെ മരപ്പാലവും പാറക്കൂട്ടങ്ങളും കടന്ന് മറുഭാഗത്തേക്ക്. താമസിയാതെ ഞങ്ങൾ ചീട് വൃക്ഷങ്ങളുടെ കാട്ടിലേക്ക് കടന്നു.
തണുപ്പിൻ്റെ അടയാളമെന്നോണം താഴെ മഞ്ഞുതരികൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഗോമുഖ് യാത്രയിലെ ആദ്യ ക്യാമ്പായ ചീഡ്ബാസയിലേക്ക് പ്രവേശിക്കുകയാണ്. ചീർ എന്നറിയപ്പെടുന്ന ഒരുതരം പൈൻ വൃക്ഷങ്ങളുടെ കാട്ടിലായതുകൊണ്ടാണ് ഈ പ്രദേശം ചീർബാസ അല്ലെങ്കിൽ ചീഡ്ബാസ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ എത്തിയിട്ടുള്ളത് ചീഡ്ബാസ എന്നൊരു സ്ഥലമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഇത് കാണുന്ന ടെൻ്റാണ്. പക്ഷേ ഈ ടെൻറ്റിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ കഴിയില്ല. കാരണം പുറത്തൊക്കെ ടെൻ്റ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളത് താഴെയായിട്ട് ഒരു ടെൻറ്റ്, അത് അലുമിനിയം ടെൻ്റ് അല്ല, സാധാ ടെൻറ്റ് തരാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗകര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ്. കാരണം ഹിമാലയൻ യാത്രയിൽ എങ്ങനെയാണല്ലോ. തറയിൽ അടുപ്പ് കൂട്ടിയ ചെറിയൊരു അടുക്കളയും ലഘുഭക്ഷണവും മാത്രമാണ് ചീഡ്ബാസയിലുള്ളത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 4 മണിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയി കാണും. പക്ഷേ ഞങ്ങൾ 4 മണിക്ക് വന്നപ്പോൾ തന്നെ പക്ക ഇരുട്ടായിരുന്നു. തൊട്ടടുത്ത സ്റ്റേഷൻ ഭോജ്ബാസയാണ്. അപ്പോൾ നമ്മൾ ഭോജ്ബാസയിൽ ഇന്ന് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ എത്താൻ പ്രയാസമാണ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇരുട്ട് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മരങ്ങളുടെ പിന്നിൽ ഞാൻ സൂം ചെയ്യുന്ന ഭാഗത്ത് ഭാഗീരഥി 1, 2, 3 പർവ്വതങ്ങളുണ്ട്. തൊട്ടടുത്ത് തന്നെയായിട്ട് നന്ദിപർവ്വതമാണ് ഈ നല്ല രസമായിട്ട് കാണുന്നത് കേട്ടോ. നന്ദിപർവ്വതം കഴിഞ്ഞ് വലതുഭാഗത്തേക്ക് നീങ്ങുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വൺ നമുക്കറിയാത്തതാണ്. അതിന് ശേഷം കാണുന്നത് മന്ദപർവ്വതം എന്നാണ്. ചീഡ്ബാസയിലെ വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് പാതാളം പോലൊരു താഴ്ചയിലേക്ക് ഇറങ്ങിച്ചെന്ന് അധികമാരും താമസിച്ചിട്ടില്ലെന്ന് തോന്നിക്കുന്ന തകര ഷീറ്റ് വിരിച്ച കെട്ടിടത്തിലാണ് ഇന്ന് ഞങ്ങളുടെ താമസം. കെട്ടിടത്തിൻ്റെ തറയോട് ചേർന്ന് ഐസിൻ്റെ പാളി കട്ട പിടിച്ച് കിടക്കുന്നു. ടെമ്പറേച്ചർ മൈനസിലാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. പുറത്ത് കൂൺ മുളച്ചു നിൽക്കുന്നത് പോലെ ചെറിയ ചെറിയ താൽക്കാലിക ടെന്റുകൾ. പിന്നിൽ സ്വർണ്ണ നിറം പൂശി നിൽക്കുന്നത് ഭാഗീരഥി പർവ്വതമാണ്. തൊട്ടടുത്ത് തന്നെ പരവതാനി വിരിച്ച പോലെ പരന്നു കിടക്കുകയാണ് ഭാഗീരഥി നദി. വെളുത്തു കുറിയ ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ ശാന്തമായാണ് നദി ഒഴുകുന്നത്. പർവ്വതങ്ങൾക്ക് പിന്നിൽ സൂര്യന്റെ അസ്തമയ ശേഷിപ്പ് ചിന്നിച്ചിതറി കിടക്കുന്നു. ബ്രഷ് പോലെ വിടർന്ന ഇലകളാണ് ചീഡ് വൃക്ഷങ്ങൾക്ക്. ഉപ്പിൻ തരികൾ തട്ടിച്ചിതറിയ പോലെ വഴിയിലൊക്കെ മഞ്ഞിന്റെ ശ്ലഥരൂപങ്ങൾ ചിതറിക്കിടക്കുന്നു. തണുപ്പിന്റെ കാഠിന്യം കൊണ്ടാണെന്ന് തോന്നുന്നു ടെന്റിന്റെ പുറത്തൊക്കെ ആളുകൾ കുറവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഭോജ്ബാസയെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ കാലുകൾ ചലിച്ചു. പർവ്വതങ്ങളുടെ മടിത്തട്ടിൽ ഞങ്ങൾ താമസിച്ച ടെന്റിന്റെ വിദൂരമായ കാഴ്ച. നീണ്ടുകിടക്കുന്ന പാതകൾ, ഉത്തുംഗമായ പർവ്വത തലപ്പുകൾ. ഓരോ കാൽവെപ്പും പുതിയ ഉയരത്തിലേക്കാണ് എന്ന ബോധത്തോടെ കാലുകൾ ചലിച്ചുകൊണ്ടിരുന്നു. ഹിമാലയൻ അനാർ എന്നു പേരുള്ള ഒരുതരം പഴമാണത്രേ ഇത്. താമസിയാതെ നടപ്പാതയുടെ വിശ്വരൂപം കണ്ടു തുടങ്ങി. കനപ്പെട്ട മഞ്ഞിന്റെ കൂനകളാണ് അരികിലെല്ലാം. 2 അടി വീതി മാത്രമാണ് നടക്കാനായി അത് ഞങ്ങൾക്ക് ബാക്കി വെച്ചത്. പുൽച്ചെടികൾക്കിടയിലും മഞ്ഞിന്റെ ഭൂപടരേഖകൾ പതിഞ്ഞു കിടക്കുന്നു. ചുള്ളിക്കമ്പുകൾ നിരത്തിവെച്ച പാലം, അതിന് കീഴെ സ്ഫടികം പോലെ ജലപ്രവാഹം. ആ കാണുന്ന 3 കൊടുമുടികൾ മന്ദാകിനി, ഖർച്ചകുണ്ട്, മേരു എന്നിവയാണ്. സൂര്യനും ആകാശവും പർവ്വതവും ഭോജ്വൃക്ഷവും എന്തൊരു സൗന്ദര്യമാണ് കാഴ്ചകൾക്ക്. താഴ്വാരത്തെ തണുത്ത കാറ്റേറ്റിരിക്കുമ്പോൾ മനസ്സും ശരീരവും ശാന്തമാകുന്നു. ഹിമാലയൻ ട്രെക്കിങ്ങിനിടയിൽ കൂടുതൽ വിശ്രമം നല്ലതല്ല. ശരീരം മരവിക്കുന്നതിന് മുമ്പ് വീണ്ടും എഴുന്നേറ്റ് നടക്കണം. മുമ്പേ നടന്ന സുമേർ സിംഗ് ഞങ്ങളെ കാത്ത് വഴിയിലിരിക്കുകയായിരുന്നു. പാറക്കല്ലുകൾക്കിടയിൽ നടപ്പാത ഏതാണെന്നറിയാതെ നാം പലപ്പോഴും വിഷമിച്ചു പോകും. ഇത് ഒക്ടോബർ അവസാനമാണ്. ചാർധാം യാത്ര തീരാൻ ഇനി ദിവസങ്ങൾ മാത്രം. ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത മഞ്ഞാണ് പർവ്വതച്ചെരിവിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നത്. നടക്കുമ്പോൾ നീണ്ടുപോകുന്ന അത്ഭുതങ്ങളുടെ ഹിമപ്രപഞ്ചമാണ് മുന്നിൽ കാണുന്നത്. മന്ദാകിനി പർവ്വതമാണ് വലതുഭാഗത്ത്. ഹിമാലയത്തിന്റെ അഭൗമ സൗന്ദര്യം കൊണ്ട് കണ്ണും മനസ്സും നിറഞ്ഞു പോകുന്നു.
സൗന്ദര്യത്തിൻ്റെ മറുവശം എന്ന പോലെ അപകട സാധ്യത നിറഞ്ഞതാണ് ഹിമാലയത്തിൻ്റെ ഈ പ്രദേശം. ചീഡ്ബാസയിൽ നിന്ന് ബോജ്ബാസയിലേക്കുള്ള ദൂരം അപകടപാതയാണ്. ഏതു നിമിഷവും താഴേക്ക് പതിക്കാൻ തയ്യാറായി നിൽക്കുന്ന കല്ലുകൾ. ആദ്യം ചെറിയ കല്ലുകൾ വീഴും, തൊട്ടു പിന്നാലെ മറ്റുള്ളവയും. കല്ലിടിച്ചിലിൻ്റെ രീതിശാസ്ത്രം അങ്ങനെയാണ്. മേലേക്ക് നോക്കി കല്ലിടിച്ചിലില്ലെന്ന് ഉറപ്പുവരുത്തി ഞങ്ങളെ അപ്പുറത്തെത്തിക്കുന്ന ജോലി സുമേർ സിംഗ് ഏറ്റെടുത്തു. ഓരോരോ പർവ്വതങ്ങൾ, ഓരോരോ കൊടുമുടികൾ. സൂക്ഷിച്ചു നോക്കിയാൽ ശിവലിംഗ് പർവ്വതത്തിൻ്റെ ഒരു തുമ്പ് കാണാം. തപോവനിൽ നിന്ന് നമുക്കതിനെ ശരിയായി കാണാൻ കഴിയും. അച്ചടക്കത്തോടെ വരിവരിയായി നീങ്ങുന്നത് ഏതോ ട്രാവൽ ഏജൻസികളുടെ പാക്കേജിലുള്ള യാത്രക്കാരാണ്. പോർട്ടറും ഗൈഡും കല്ലിടിച്ചിൽ ചെറുക്കാനുള്ള ഹെൽമറ്റുമൊക്കെയായാണ് ഇവർ യാത്ര ചെയ്യുക. ഈ പ്രദേശം ഗംഗോത്രി ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചത് 1989 അതോടെ ഈ ഭാഗം വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലായി. ഇവിടേക്കുള്ള പ്രവേശനവും പ്ലാസ്റ്റിക് ഉപയോഗ നിയന്ത്രണവും കർശനമാക്കി. മുമ്പ് യാത്രികരെ കയറ്റിയ കുതിരകളെ നിരന്തരം ഇതുവഴി കടത്തിവിടുമായിരുന്നു. അത് ദിവസം 15-20 മാത്രമാക്കി ചുരുക്കി. ബോജ്ബാസയിൽ എത്താനായ ലക്ഷണമുണ്ട്. അവിടെ താമസത്തിനായി ഏതാനും ആശ്രമങ്ങളുണ്ട്. നിർമ്മൽ ബാബ ആശ്രം, രാം ബാബ ആശ്രം എന്നിങ്ങനെ അവിടെവിടെയായി കല്ലുകളിൽ ആശ്രമങ്ങളുടെ പരസ്യലിഖിതങ്ങൾ കാണുന്നുണ്ട്. നടപ്പാതയുടെ പരിസരം മുഴുവൻ മുഴുത്ത കല്ലുകളാണ്. യാത്രാ സീസൺ അവസാനിച്ചതിനാൽ ജനറേറ്ററും മറ്റ് സംവിധാനങ്ങളും താഴേക്കിറക്കുകയാണ് ചുമട്ടുകാർ. സാവധാനം വന്നാൽ മതിയെന്ന് പറഞ്ഞ് ആശ്രമത്തിൽ ടെൻ്റെടുക്കാനായി സുമേർ സിംഗ് നേരത്തെ പോയിരുന്നു. കത്തിജ്വലിക്കുന്ന സൂര്യന് കീഴെ അതാ കാണുന്നു ബോജ്ബാസ താഴ്വര. പർവ്വതങ്ങളുടെ മധ്യഭാഗത്തായി സുരക്ഷിതമെന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്ത് ആശ്രമങ്ങളും ടെന്റുകളും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. രാംബാബ ആശ്രമത്തിൽ ഒരു ടെന്റ് സുമേർ സിംഗ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തുവച്ചിരുന്നു. ക്ലേശങ്ങളുടെ മുനമ്പിൽ നിന്ന് വടിയൂന്നി താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്നു. കല്ലുകൾ അടുക്കി വെച്ച് അലൂമിനിയം ഷീറ്റ് കൊണ്ട് മേൽക്കൂരയിട്ടതായിരുന്നു ടെന്റ്. പർവ്വതയാത്രകളിൽ മഴയും കാറ്റും തണുപ്പുമേൽക്കാത്ത ഒരഭയസ്ഥാനം മാത്രമാണ് പ്രധാനം. ഒരു വിരി, പുതയ്ക്കാനൊരു രജായി, വിശപ്പകറ്റാൻ ചോറും അല്പം ദാൽ കറിയും, ബാക്കിയെല്ലാം ആർഭാടം മാത്രം. ചെറിയ സൗകര്യങ്ങളിലേക്ക് മനുഷ്യനെ പാകപ്പെടുത്തലാണ് ഓരോ യാത്രയും. ഗംഗോത്രിയിൽ നിന്ന് ബദ്രിനാഥിലേക്ക് സ്വാമി പ്രബോധാനന്ദ് നടത്തിയ കാൽനടയാത്രയുടെ കുറിപ്പുകൾ 1961 അക്രോസ് ഗംഗോത്രി ഗ്ലേഷ്യേഴ്സ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ കാലത്ത് ഇവിടെ താമസിക്കുന്നതിന് ഒരു ഗുഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഈ ബോജ്ബാസ. 4 ഭാഗവും പർവ്വതങ്ങളുടെ സംരക്ഷണത്തിലുള്ളൊരു പ്രദേശം. എത്ര മനോഹരമാണല്ലേ. ഞങ്ങളിവിടെ എത്തിയിട്ട് കുറച്ച് സമയമായുള്ളൂ. ചീഡ്ബാസയിൽ നിന്ന് 5 കിലോമീറ്റർ വലിയൊരു കുഴപ്പമില്ലാത്ത ട്രെക്ക് കഴിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഗോമുഖിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ ഇവിടുത്തെ സൺറൈസും സൺസെറ്റും എത്ര മനോഹരമായിരിക്കുമെന്ന്. സൂര്യൻ മേലെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതും ഇവിടെ തണുപ്പ് കുറവായിരിക്കുമെന്ന്. പക്ഷെ ഇവിടെ മുടിഞ്ഞ തണുപ്പാണ് കേട്ടോ. ടെന്റിലേക്ക് കയറുന്ന ഭാഗത്ത് മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. 7 ദിവസം മുമ്പ് പെയ്ത മഞ്ഞിൻ്റെ ശേഷിപ്പുകൾ കടുത്ത വെയിലിനും ഉരുക്കാനാവാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ദൂരെ ഭാഗീരഥി പർവ്വതങ്ങൾ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. അതിൻ്റെ അടിത്തട്ടിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗയുടെ ആദിരൂപമായ ഭാഗീരഥി നദി തുള്ളിത്തെറിച്ച് പുറത്തുവരുന്നത്. ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് ഗോമുഖിലേക്ക് യാത്ര തുടങ്ങി. പർവ്വതങ്ങൾ തിരശ്ശീലയായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാവുകൾ പാറിക്കളിച്ചു. ബോജ്ബാസയിൽ നിന്ന് ഗോമുഖിലേക്ക് 2 മാർഗങ്ങളുണ്ട്. 4 കിലോമീറ്റർ വരുന്ന ഇടതുഭാഗത്തെ പാതയും 6 കിലോമീറ്റർ വരുന്ന വലതുഭാഗത്തെ തപോവൻ പാതയും. തപോവൻ പാതയിലൂടെ അനുമതി ലഭിക്കാത്തതിനാൽ ഇടതുഭാഗം പാതയിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഭാഗീരഥി 1, 2, 3 എന്നീ കൊടുമുടികൾ അടങ്ങിയതാണ് ഭാഗീരഥി പർവ്വതം. അക്കരെയുള്ള തപോവൻ പാതയിൽ ഏറെക്കുറെ പൂർണ്ണമായി മഞ്ഞ് മൂടിക്കിടന്നു. ഗോമുഖ്, തപോവൻ, നന്ദൻവൻ, സതോബാന്ത്, മാന, ബദ്രിനാഥ് എന്നിങ്ങനെയുള്ള
കാളിന്തി ഖാൽ ഹിമപാതയുടെ തുടക്കമാണത്. ഹിമാലയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കയറി ചെല്ലാൻ താൽപ്പര്യപ്പെടുന്നവർക്കുള്ള അതിസാഹസികമായ യാത്രയാണ് ഗംഗോത്രി ബദ്രിനാഥ് ട്രെക്കിംഗ്. പുരാണങ്ങൾ പ്രകാരം ഭഗീരഥൻ വളരെക്കാലം കഠിന തപസ് ചെയ്ത് സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന പുണ്യനദിയാണ് ഗംഗ. തൻ്റെ ഭാരം ഭൂമിക്ക് താങ്ങാനാവില്ല എന്ന് ഭഗീരഥനെ ഗംഗ ധരിപ്പിച്ചു. ഭഗീരഥൻ ഗംഗോത്രിയിൽ വളരെക്കാലം ശിവനെ ധ്യാനിച്ച് കഠിന തപസ്സിൽ മുഴുകി. അവസാനം മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും ഗംഗയെ തൻ്റെ ജടയിൽ വഹിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. കപില മഹർഷിയുടെ ഉഗ്രകോപത്തിൽപ്പെട്ട് ഭസ്മമായി തീർന്ന സൂര്യവംശരാജാവായ സഗരന്റെ പുത്രന്മാരെ പരിശുദ്ധരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. സഗരപുത്രന്മാർക്ക് മോക്ഷം നൽകിയ ശേഷം ഗംഗ പാതാളത്തിൽ നിന്ന് ഭൂമിയിൽ തിരിച്ചെത്തി. ആ പവിത്ര ഭൂമിയാണ് ഗോമുഖ്. വഴിയരികിലെ ഓരോ മഞ്ഞിൻ കൂനയിലും എന്തിനെന്നില്ലാതെ വടികൊണ്ട് കുത്തിക്കൊണ്ടാണ് നടത്തം. നടക്കുംതോറും നീണ്ടുപോകുന്ന അത്ഭുതങ്ങളുടെ ഹിമപ്രപഞ്ചമാണ് മുന്നിൽ കാണുന്നത്. അനായാസമെന്ന് തോന്നുമെങ്കിലും പ്രാണവായുവിനായി ഓരോ ചുവടിലും നമ്മൾ ആഞ്ഞു വലിച്ചുകൊണ്ടിരിക്കും. സുമേർ സിംഗ് നിലത്തുനിന്ന് കോരി കുടിക്കുന്നത് കണ്ടാണ് അങ്ങോട്ട് നോക്കിയത്. സ്ഫടിക സമാനമായിരുന്നു ആ നീർച്ചാലിലെ വെള്ളം. ഇടതുഭാഗത്തെ ചെറിയൊരു മഞ്ഞുമല ഉരുകിയൊലിച്ചു വരുന്ന ജലപ്രവാഹമായിരുന്നു അത്. ഗോമുഖിലേക്കുള്ള പാത അവസാനിക്കാറായിരിക്കുന്നു. ചില്ലുപോലെ പ്രകാശം പ്രസരിപ്പിക്കുന്ന പർവ്വതങ്ങളാണ് ചുറ്റും. നടപ്പാതയിലുടനീളം വിളർത്ത നിറത്തിലുള്ള പാറക്കല്ലുകളാണ്. ഗംഗാനദി ഉത്ഭവിക്കുന്ന ഗോമുഖിന്റെ സ്ഥാനം ദൂരെ നിന്ന് തന്നെ കാണാമായിരുന്നു. ചൗഖുംബ പർവ്വതനിരകളുടെ വടക്കുഭാഗത്തു നിന്നാരംഭിച്ച് ഗോമുഖിൽ അവസാനിക്കുന്നതും 30 കിലോമീറ്റർ നീളത്തിലും 2.5 കിലോമീറ്റർ വരെ വീതിയിലും സ്ഥിതി ചെയ്യുന്നതുമായ നെടുനീളൻ ഹിമാനിയാണ് ഗംഗോത്രി. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഗംഗോത്രി ഹിമാനിയുടെ പിന്മാറ്റത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഗോമുഖിന്റെ സ്ഥാനം 2 കിലോമീറ്റർ ഇപ്പുറത്തായിരുന്നു. 1935 മുതൽ വൻതോതിലുള്ള ഗംഗോത്രി ഹിമാനിയുടെ പിന്മാറ്റം നടന്നിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ. അവസാനം ഞങ്ങൾ ഗോമുഖ് ക്ഷേത്ര എന്നെഴുതി വെച്ച ഒരു ഭാഗത്തെത്തി. ഗോമുഖ് ഗ്ലേഷ്യറിന്റെ 500 മീറ്റർ ഇപ്പുറത്തു മാത്രം നിൽക്കേണ്ടതാണെന്നും അതിനപ്പുറം പോകുന്നത് ശിക്ഷാർഹമാണെന്നുമുള്ള ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. ഗോമുഖ് ദർശിക്കാൻ കഴിയുന്ന ഈ ഭാഗത്തെ അവസാന പോയിന്റാണ് ഇത്. ഗോമുഖ് ഗ്ലേഷ്യറിനും ഞങ്ങൾക്കുമിടയിലുള്ള ഭാഗം അപഭ്രംശം സംഭവിച്ച ഒരു പ്രാകൃതമായ നദീതടം പോലെ കിടക്കുന്നു. നിയമം ലംഘിച്ച് പോകണമെന്നുള്ളയാൾക്ക് പോലും ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തത്ര പരുക്കൻ പാറക്കല്ലുകളാലും വന്യമായ നിമ്നോന്നതികളാലും മൂടപ്പെട്ട ഒരു നദീമുഖം. 2017 മുമ്പ് ഗോമുഖിലേക്കുള്ള ശരിയായ പാത ഇതായിരുന്നു. 2013 ഉത്തരാഖണ്ഡ് പ്രളയം ഈ പാതയ്ക്ക് കാര്യമായ ക്ഷതങ്ങൾ വരുത്തി. 2017 മണ്ണിടിച്ചിലിനെ തുടർന്ന് ഈ പാതയിലൂടെ ഗോമുഖ് വരെ എത്തിച്ചേരാൻ കഴിയാതെ വരികയും നദിയുടെ വലതുഭാഗം ചേർന്ന് പുതിയ പാത തുറക്കുകയും ചെയ്തു. ഗോമുഖിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാപ്രവാഹം മൃദുവായ ചാരനിറം കലർന്ന് കൽക്കെട്ടുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്നു. അതിൻ്റെ ഒഴുക്ക് കാതുകളിൽ സംഗീതമാകുന്നു. നദിയുടെ സംഗീതം ചെവിക്കൊള്ളാൻ ഞങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും സുമേർ സിംഗും ഹിമവാനും മാത്രം. പതുക്കെ നദിയിലിറങ്ങി ആ ഹിമധാരയിൽ ഒരു കുമ്പിൾ കോരിയെടുത്ത് കുടിക്കുകയും കൈയും മുഖവും കഴുകുകയും ചെയ്തു. ഹിമശൈലത്തിൻ്റെ തണുപ്പ് മുഴുവൻ ആ ജലകണങ്ങൾ വഹിക്കുന്നതായി തോന്നി. കയ്യിലെ കുപ്പിയിൽ ജലം നിറയ്ക്കുകയും ഏതാനും കല്ലുകൾ ശേഖരിക്കുകയും ചെയ്തു. അല്പസമയം നദീതീരത്തെ പാറക്കല്ലുകളിൽ ഞങ്ങളിരുന്നു. ഗംഗയുടെ തുടക്കമെന്ന് പറയപ്പെടുന്ന ഗോമുഖിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുഴ നിറയെ ശിലകളുടെ പാളികളാണ്. പുഴയുടെ ഉത്ഭവസ്ഥാനത്തു നിന്നും ഒഴുകി വരുന്ന ഒരുപാട് പാറക്കഷ്ണങ്ങളാണ് ഇവിടെയൊക്കെ കാണുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ പാറയുടെ പീസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ വൈവിധ്യമാർന്ന കളറുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനെയാണ് പ്രകൃതി ഇത്തരത്തിൽ ഈ കല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള വർണ്ണ വ്യത്യാസം ചാലിച്ചതെന്ന് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ഏത് കല്ലെടുത്ത് നോക്കുകയാണെങ്കിലും ഏത് കഷ്ണം എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൊക്കെ നിരവധി വർണ്ണങ്ങളുടെ ഒരു എന്താ പറയുക കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു സമന്വയം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഇതൊരു പക്ഷേ ഗംഗയുടെ ഒരു പ്രത്യേകത ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടം വൈകുന്നേരങ്ങളിൽ ദുഷ്കരമായ ശീതക്കാറ്റ് വീശുമത്രേ. അതുകൊണ്ട് സുമേർ സിംഗ് തിരിച്ചു പോകാൻ തിടുക്കം കൂട്ടി. മടക്കയാത്രയിൽ പാതി ദൂരം പിന്നിട്ടതോടെ ഒരാരവത്തോടെ വീശിയ ശീതക്കാറ്റ് ത്വക്കിനുള്ളിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി. കോട്ടിന്റെ സിബ് മുറുക്കുകയും ബാഗിൽ നിന്ന് കയ്യുറയെടുത്തണിയുകയും കമ്പിളിത്തൊപ്പികൊണ്ട് ചെവി മൂടുകയും ചെയ്തു. കണ്ണെടുക്കാനാവാതെ ഭാഗീരഥി പർവ്വതത്തിന്റെ അഭൗമമായ ദൃശ്യം. ഭോജ്പാസയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും യാത്രികർക്കുള്ള ഇന്നത്തെ ടെന്റുകൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഭോജ്പാസയിൽ അസ്തമയ സമയത്ത് പർവ്വതങ്ങൾക്ക് വല്ലാത്ത നിറഭേദമാണ്. പഞ്ഞിക്കെട്ടുകൾ പോലെ തെന്നി നീങ്ങുന്ന മേഘക്കീറുകൾ, മഞ്ഞയും വെള്ളയും തവിട്ടും മാറി മാറി പുതയ്ക്കുന്ന പർവ്വത തലപ്പുകൾ. പിറ്റേന്ന് രാവിലെ ആശ്രമത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. വഴിനീളെ കണിക്കുന്ന പൂത്ത പോലെ മഞ്ഞച്ചു നിൽക്കുന്ന ഭോജപത്രവൃക്ഷങ്ങൾ. ഇവയുടെ വൽക്കങ്ങളിലായിരുന്നുവത്രേ പണ്ട് പുരാണങ്ങളും മറ്റും രേഖപ്പെടുത്തിയിരുന്നത്. ഭാഗീരഥി തീരങ്ങളും അപകടപാതകളും പിന്നിട്ട് ഞങ്ങൾ ഗംഗോത്രിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. തപോവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനിയൊരിക്കൽ വരുമെന്ന പ്രത്യാശയോടെ.